പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഒരെണ്ണം എനിക്ക് വിടം. എന്നതാ കണ്ണട എനിക്ക് ഒരെണ്ണം. കണ്ണട കച്ചവടക്കാരനാണോ? അയ്യോ, കന്നഡ കച്ചവടക്കാരനല്ല. ഞാൻ കന്നഡ എന്ന് പറഞ്ഞ കവിത ചൊല്ലിയതാണ്. ഓ, കവിത ചൊല്ലിയതാണോ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പ്രശസ്ത കവി കറമ്പനട്ട. കറമ്പൻ അട്ടയോ? കറമ്പൻ അട്ടയല്ല, കറമ്പൻ ഇട്ട. എന്നാ പിന്നെ ചൊറിയമ്പുഴൂന്ന് ഇടാൻ പാടില്ലായിരുന്നോ? ശരി, ഇട്ട. ആ ആരിട്ട്? അത് ആരെ ഇട്ടാന്ന് അറിയത്തില്ല, ആരെ ഇട്ടതാ ഇട്ട. എന്റെ കവിത നിങ്ങൾ കേട്ടിട്ടില്ലല്ലേ? ഇല്ല ഇല്ല ഇല്ല. എന്റെ പൊന്നു സുഹൃത്തെ, കവിത എഴുതി എഴുതി ഓടക്കുഴൽ അവാർഡ് വരെ മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഏത് 1300 പേജുള്ള ഒരു കവിത എഴുതി ഓടക്കുഴൽ അവാർഡ് കരസ്ഥമാക്കിയ പ്രശസ്തരായ കവിയാണ് ഈ കറമ്പനിട്ട. ഓ, അത് ഭയങ്കര മോശമായി പോയിട്ടോ. ആ 1300 എത്ര? 1300 പേജുള്ള കവിത എഴുതി. പേജുള്ള കവിത എഴുതിയിട്ട് നിങ്ങൾക്കൊരു ഇത്ര നിങ്ങളുള്ള ഓടക്കുഴലാണ് അവർ തന്നെ. നിങ്ങൾ അപ്പുറം പറ്റിക്കുമല്ലായിരുന്നു? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവാർഡുകൾ കൊടുക്കുന്നത് നമ്മൾ വില മതിക്കരുത്. അതിന്റെ വലിപ്പത്തിലല്ല വില, അതിന്റെ അംഗീകാരത്തിലാണ് വില. ഓ, അങ്ങനെ. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾക്കറിയാവോ കവിത എന്ന് പറയുന്ന സാധനം എന്താണ്? എന്താണ്? അത് പല പ്രശസ്ത കവികൾക്കും താനേ വരുന്ന ഒരു സാധനമാണ്. ആണോ? ആ, ഈ കവിത എന്ന് പറയുന്നത് താനേ വരുന്നതാണോ? പിന്നെ കവിത എന്ന് പറയുന്ന സാധനം താനേ വരുന്ന സാധനമാണ്. അത് കവികൾക്കേ വരുള്ളൂ. അയ്യോ, കഴിഞ്ഞ ദിവസമേ ഏ, എന്റെ വീടിനടുത്ത് കവിത ഇങ്ങനെ പാണ്ടിലോറി കെട്ടി വലിച്ചോണ്ട് പോകുന്നുണ്ട്. അത് ഏത് കവിത? പന്തളം കുളനട റൂട്ടിൽ ഓടുന്ന പ്രൈവറ്റ് ബസ് കവിത. അയ്യോ. അതല്ലേ? പൊന്നു സഹോദര, ബസ്സിന്റെ കാര്യമാണോ പറയുന്നത്? അതെ, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ആദ്യത്തെ സൃഷ്ടി ഏതായിരുന്നു? എന്റെ ആദ്യത്തെ സൃഷ്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുമ്പിള്ള എന്നെ ഉപേക്ഷിച്ച് പോകും. ഒരുപാടുണ്ട്, അത് പറയാം. അങ്ങനല്ല ഉദ്ദേശിച്ചത്. ശരിക്കും ഞാൻ തൂലിക എടുത്തെഴുതി എന്റെ ആദ്യത്തെ സൃഷ്ടി. കവിതാ സൃഷ്ടിയുടെ കാര്യമാണ് ആണല്ലേ? എന്റെ അച്ഛൻ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ നീന്തലെറിയാതെ അച്ഛൻ വെള്ളത്തിൽ മുങ്ങിത്താഴുത കണ്ടോണ്ട്, അച്ഛന്റെ ആ മരണവെപ്രാളം കണ്ടോണ്ട് ഞാനൊരു കവിത എഴുതി. അതായിരുന്നു എന്റെ ആദ്യത്തെ കവിതാ സൃഷ്ടി. ഓഹോ, അതേതായിരുന്നത്? ആ കവിത കേൾക്കണോ? കേൾക്കണം. കേൾക്കാം. ബ്ലം 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 ബ്ലാ ബ്ലാ ബ്ലം ബ്ലം. അച്ഛൻ വെള്ളത്തിൽ മുങ്ങി താഴുന്നു ബ്ലം ബ്ലം, അയ്യോ. അച്ഛൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്നു ബ്ലം ബ്ലം, അച്ഛൻ ശ്വാസം കിട്ടാതെ മുങ്ങുന്നു ബ്ലം 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 ബ്ലം. അവസാനം അവസാനം എൻ്റെ അച്ഛൻ ബ്ലം. എന്താണ് ഈ കവിതയുടെ പേര്? അച്ഛന്റെ ബ്ലം ബ്ലം. ഇതിന് അവാർഡൊക്കെ കിട്ടി. ഈ കവിതയ്ക്കോ? ഇതിനാണ് കവിതയ്ക്കാണോ ചേട്ടൻ അവാർഡ് കിട്ടിയത്? എനിക്കല്ല, 5 സി പഠിക്കുന്ന ഉണ്ണികൃഷ്ണന്. അതെങ്ങനെയാന്ന് നിങ്ങളല്ല എഴുതിയത്, പിന്നെ എങ്ങനെ അവൻ അവാർഡ് കിട്ടി? അച്ഛൻ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ട് ഇവൻ ആത്മാർത്ഥമായിട്ട് വെള്ളത്തിലോട്ട് എടുത്തു ഒറ്റ ചാട്ടാ. ആ. അച്ഛനെ കരയ്ക്ക് കയറ്റി രക്ഷിച്ചതിന് അന്നത്തെ സർക്കാർ ഈ ഉണ്ണികൃഷ്ണന് ധീരതക്കുള്ള അവാർഡ് കൊടുത്തു. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് നന്നായിട്ട് അങ്ങ് കവിത എഴുതി. എന്റെ കവിത കാരണല്ലേ അവന് അവാർഡ് കിട്ടിയത്. അല്ലാതെ അവൻ രക്ഷിച്ചതിനല്ല. അല്ല അല്ല അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ തവണ ഓണത്തിനെ ഈ ചേട്ടന്റെ കവിത നമ്മുടെ ക്ലബ്ബിൽ അങ്ങ് അവതരിപ്പിച്ചാലോ? അവതരിപ്പിക്കാം. നിങ്ങളുടെ ക്ലബിന്റെ പേരെന്താണ്? ശംഭു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. അതിനെ ശംഭു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പേരിട്ടിരിക്കുന്നത്. അതെ, ഈ ശംഭു ഹാൻഡ്സ് ഒക്കെ വെച്ചിട്ട് അവിടെ ഒരു പയ്യൻ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അപ്പൊ അവന്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഇട്ടേക്കുന്ന പേരാണ് ശംഭു ആർട്സ് ആൻഡ് സ്പോർട്സ്. ശംഭു ഒക്കെ വെച്ച ക്യാൻസർ ഒക്കെ വന്ന് മരിച്ചു പോവോ? പിന്നെ ഇതൊക്കെ നേരത്തെ പറയണ്ട്. കളഞ്ഞോ അത്? അല്ല ചേട്ടാ, ഈ കവിതയൊക്കെ ചുമ്മാ ഇങ്ങനെ എഴുതി വെക്കാതെ ഇതൊക്കെ ഫേസ്ബുക്കിൽ ഇടണം. ഫേസ്ബുക്കിൽ ഇടണമെന്ന് എന്റെ കവിത. എന്റെ പൊന്ന് ബിനുമേളമാലി, അല്ല അടിമാലി അല്ലേ? ബിനു അടിമാലി എന്റെ കവിത ഫേസ്ബുക്കിലിട്ട് വൈറലായി. രാജ്യം മുഴുവനും, അമേരിക്ക, ലണ്ടൻ, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ് എല്ലായിടത്തും എന്റെ കവിത വൈറലായില്ലേ? പിന്നെ എന്നിട്ടൊക്കെ അവിടെ തന്നെ എന്നെ വിളിയായിരുന്നു. എന്താ വിളിച്ചേ? അയ്യോ, എന്തുമാത്രം വിളിച്ചെന്നറിയാവോ? എന്നൊക്കെ വിളിച്ചെന്നറിയോ? വിളിയോട് വിളിയായിരുന്നു. എന്റെ പൊന്നു ദൈവമേ, എന്നാ വിളിയായിരുന്നു അറിയാവോ? എന്നാ വിളിച്ചത്? തന്തയ്ക്കും തള്ളയ്ക്കും. തള്ളയ്ക്കുവോ? അത്രയ്ക്ക് നല്ല കവിതയായിരുന്നോ? സത്യല്ലേ? അല്ല, ഈ പ്രകൃതിയെ പറ്റിയൊക്കെ കവിത എഴുതാറുണ്ട്. എന്ത് ചോദ്യം ഇത്! എല്ലാ കവികളും എഴുതുന്നത് പ്രകൃതിയെക്കുറിച്ചാണ്. ഞാനും പ്രകൃതിയെക്കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്. പുഴയെക്കുറിച്ച് ഒന്ന് കേൾക്കട്ടെ. കേൾക്കണം. പുഴയാണെന്റെ മുത്തശ്ശൻ, പുഴയാണെന്റെ മുത്തശ്ശി,
പുഴയാണെൻ്റെ പൊന്നച്ഛൻ, ഓഹോ. പുഴയാണെനിക്കേറവും ഇഷ്ടം, പുഴമീനാണെനിക്കേറ്റവും ഇഷ്ടം, കാരികൂരി വരാല് ചേറിമീൻ ചെമ്പല്ലി, ഇതെല്ലാമാണ് എനിക്കേറ്റവും ഇഷ്ടം. കടൽമീൻ കഴിക്കില്ലേ? കടൽമീൻ കടൽമീൻ കഴിക്കത്തില്ല. എന്താ? കടൽമീൻ ഇപ്പൊ ന്യൂമോണിയ. അമോണിയ. അമോണിയ, അതാ അവിടെ കടൽമീൻ കഴിക്കത്തില്ല. നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടിയൊക്കെ കവിത എഴുതിക്കൂടെ? സിനിമയ്ക്ക് വേണ്ടി കവിത എഴുതാൻ പലരും വിളിച്ചിട്ടുണ്ട്, പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ട് പോയില്ല. സമയം കിട്ടാ? ഇല്ലില്ല, ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും പുതിയ കവിതയുടെ ഒരു പണിപ്പുരയില്ല. പണി എവിടെ വരെ എത്തി? പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടടിച്ചു കമ്പി കിട്ടി, ഇനി വാർത്താ മതി. മൈക്കാട് പണിയാണോ? മൈക്കാട് പണിയാണ്. അതല്ലെന്ന്, കവിതയ്ക്ക് നമ്മൾ അടിത്തറ ഇട്ടെന്ന്. ഓഹോ. എൻ്റെ ഏറ്റവും പുതിയ കവിതയുടെ പേരെന്നാന്നറിയോ? എന്താണ്? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രസവം. സുഖപ്രസവോ? പ്രഥമെന്നല്ലേ? നിങ്ങൾ ഈ കവിത എഴുതും പോലെയല്ല, പ്രസവം അത്ര സുഖമല്ല. അല്ലല്ലേ? അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അതിന്റെ വേദന അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എൻ്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരം കേട്ടാൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് പൊട്ടിക്കരയും. പിന്നെ ഭയങ്കര പൊട്ടിക്കരച്ചിൽ. എന്താ കവിതയുടെ പേരെന്താണ്? എൻ്റെ പുതിയ കവിതയുടെ പേരാണ് മരം ഒരു വരമാണ്. അത് കൊള്ളാം, പേര് കൊള്ളാം കേട്ടോ. പിന്നെ മരം എന്ന് പറഞ്ഞാൽ എന്താണ്? മരം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്, പ്രകൃതി അമ്മയാണ്. മരമുണ്ടെങ്കിലേ മഴയുള്ളൂ, മഴയുണ്ടെങ്കിലേ മഞ്ഞുണ്ടൂ, മഴയുണ്ടെങ്കിലേ വെള്ളമുണ്ടൂ, വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് ഡൈല്യൂട്ടായിട്ട് സാധനം അടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അപ്പൊ മരം എന്ന് പറയുന്നത് അത്രയും വലിയൊരു സംഭവമാണ്. മരം വെച്ച് പിടിപ്പിക്കുക, മരം വളപ്പിക്കുക, മരം വളർത്തുക. നിങ്ങൾക്കറിയാവോ, ഓരോരുത്തരും ഈ മരത്തിന്റെ പൊക്കത്തുകൊണ്ട് ഫ്ലെക്സ് അടിക്കുമ്പോഴും ആണി അടിക്കുമ്പോഴും എന്റെ നെഞ്ചത്തടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് സ്നേഹമാണ്. അത്ര സ്നേഹമാണ് എനിക്ക് മരത്തിനോട്. നിങ്ങൾ തന്നെ ഒരു മരം മുറിക്കാൻ നേരം നമ്മൾ ചെന്ന് എന്തൊക്കെ അനുവാദങ്ങൾ ചോദിക്കണം എന്നറിയോ? മരത്തിലിരിക്കുന്ന കിളിയോട് അനുവാദം ചോദിക്കണം, അതിൽ ഉറുമ്പിനോട് അനുവാദം ചോദിക്കണം, ഇലകളോട് അനുവാദം ചോദിക്കണം, അതിലെ കായ്കനികളോട് അനുവാദം ചോദിക്കണം. എന്തിനാ മരത്തിലൊരു പുഴുവുണ്ടെങ്കിൽ ആ പുഴുവിനോട് പോലും അനുവാദം ചോദിച്ചിട്ട് അനുവാദം ചോദിക്കണേ, എന്നിട്ടേ മരം മുറിക്കാൻ പറ്റുള്ളൂ. ആണോ? അല്ല, ഈ മരം വെട്ടുമ്പോ പുഴു ഇങ്ങനെ തല്ലി കളിച്ച് വീഴൂ അല്ലേ? അല്ല, മരം നമ്മളാണ്, പ്രകൃതിയാണ് മരം. ഉണ്ടായിരിക്കട്ടോ. ഇതുപോലൊരു കവി എന്നോട് വന്നു പറഞ്ഞു, മരം വെട്ടുമ്പം ചെന്നിട്ട് അനുവാദം ചോദിക്കണമെന്ന്. എന്നിട്ടോ ഞാനൊരു മരത്തിനോട് അനുവാദം ചോദിച്ചു. മരം മറുപടി തരാത്തതുകൊണ്ട് ഞാനൊരു അരമണിക്കൂർ നിന്ന് അനുവാദം ചോദിച്ചു. എനിക്ക് വട്ടാന്ന് പറഞ്ഞ് പുറകിൽ നിന്ന് ഒന്ന് വായും തപ്പി പിടിച്ച് കയ്യും കാലും കൂട്ടിക്കെട്ടി പ്രാന്താശുപത്രി കൊണ്ട് കറണ്ട് അടിപ്പിച്ചു. അറിയോ, നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് മരവുമായിട്ട് ഇടപെടാം, മനസ്സുകൊണ്ട് മരവുമായിട്ട് ഇടപെടാം. ഇപ്പോൾ ഞാൻ മരത്തെക്കുറിച്ച് ഏറ്റവും പുതിയ കവിതാ സമാഹാരം നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. നിങ്ങൾ ആ കവിത കേട്ട് പൊട്ടിക്കരയും. കേൾക്കണോ? ഞങ്ങൾ അറിയത്തില്ല. എന്റെ കവിതയുടെ പേരാണ് മരം ഒരു വരം. അത് കുഴപ്പമില്ല. പൂജ ചെയ്യാൻ പോവാണോ? ഹലോ, എപ്പോ ആണോ? ഞാനിപ്പോ അങ്ങോട്ട് വരാം. എന്നെ പറ്റിയേ? ഞാനിപ്പോ അങ്ങോട്ട് വരാമെന്ന്. എന്താ വിഷയം? എന്താ? എന്റെ വീടിന്റെ മേളിലോട്ടൊരു മരം മറിഞ്ഞു വീണെന്ന്. ഞാൻ എത്ര നാളായിട്ട് പറയുന്ന മരം മുറിച്ച് കളയണമെന്ന്. ആ കള്ളക്കളവൻ അമ്മായിയപ്പൻ ആ മരം മുറിച്ച് കളഞ്ഞില്ല. ഇത് 2 വെട്ട് നടക്കുമോ? 2 വെട്ട്. അപ്പൊ 2 മരം ഉണ്ടോ? 2 മരമല്ല, 1 മരം, 1 അമ്മായിയപ്പനും. വീടിന്റെ പൊക്കത്തോട്ടാ മരം വീണ് നിൽക്കുന്നത്. ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. നല്ല മരത്തോട് ഭയങ്കര സ്നേഹമുള്ള മനുഷ്യൻ അല്ലേ?